ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തോടു കൂടി നമ്മുടെ റമദാൻ വിട പറയാം. നമുക്കിന്ന് ഈദ് സ്പെഷ്യലായിട്ട് പൊരിച്ച ചിക്കൻ ദം ബിരിയാണി റെഡിയാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ, എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ ആട്ടോ എടുത്തേക്കണം. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ സുർക്ക വിനാഗിരി എന്തെങ്കിലും 1 ടീസ്പൂൺ ഇട്ടെടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാരിനേറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. 1.5 കിലോ ചിക്കന് ഞാനിവിടെ 4 കപ്പ് റൈസ് ആയിട്ട് കൊടുക്കുന്നത്. ബാസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തിരുമ്മി വാഷ് ചെയ്ത ശേഷം കുതിരാനായിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം. അതിനുശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കണം. കുതിർന്ന ശേഷം പിന്നെ ഇത് വാഷ് ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് സ്ട്രെയിൻ ചെയ്തെടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ അരി പൊട്ടിപ്പോവും. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആവശ്യമുള്ളതൊക്കെ നന്നാക്കി അരിഞ്ഞെടുക്കാം. സവാള നമുക്ക് ഇതിലേക്ക് കുറച്ചധികം വേണം കേട്ടോ. 2 എണ്ണം പിസ്ത ഉണ്ടാക്കാനാണ്. അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അതുകൂടാതെ വേറൊരു 4 എണ്ണം കറിക്ക് വേണ്ടിയിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കാം. അതുപോലെ പൈനാപ്പിൾ 2 ടേബിൾ സ്പൂൺ. പൈനാപ്പിൾ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ എസൻസ് ഇട്ടാലും മതി. 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കൊറിയാണ്ടർ ലീവ്സും മിന്റ് ലീവ്സ് ആണ്. കൊറിയാണ്ടർ ലീവ്സ് ഒരു ഹാൻഡ്ഫുൾ എടുക്കുക. മിന്റ് ലീവ്സ് അതിന്റെ പകുതി മതിയാവും കേട്ടോ. മീഡിയം എരിവുള്ള ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, നീളത്തില് അരിഞ്ഞെടുക്കുക. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ഇഞ്ച് ഇഞ്ചി, പിന്നെ 8-10 വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ഒക്കെ ആണെങ്കിൽ 10-12 എണ്ണം ഒക്കെ എടുക്കാം. കൂട്ടത്തില് 10-12 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ഇട്ടാൽ നല്ലതാണ്. ഈ ഒരു സമയം കൊണ്ട് 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അരി ഡയറക്റ്റ് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. നമുക്ക് കുക്കിംഗ് തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് പറ്റിയ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചെടുക്കാം. ചിക്കൻ ഓരോന്നായിട്ട് നിരത്തിയിട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള പാൻ അടുപ്പത്ത് വെക്കാം. ആദ്യം തന്നെ നമുക്ക് ബിസ്ത റെഡിയാക്കാം കേട്ടോ. അതിന് 2-3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചെടുക്കാം. ഗീ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. അതിലേക്ക് ബിസ്തയ്ക്ക് വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ടെടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. ഇതുപോലെ സവാള ഒന്ന് മുറുകി കളർ മാറി തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് കശുവണ്ടി പരിപ്പും മുന്തിരിയും കൂടി ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും കശുവണ്ടി പരിപ്പൊക്കെ മുറുകി കളർ മാറി വന്ന ശേഷം നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ എൻ്റെ കയ്യിൽ ഗീ ബാക്കിയുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ വോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാണ്. 3 ഇഞ്ച് വലിപ്പമുള്ള പട്ട, 5-6 കറിയാമ്പൂ, 4 ഏലക്ക, പെരിഞ്ജീരകം 1 ടീസ്പൂണും ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം ഇട്ടെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തക്കോലം കുരുമുളകൊക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചതച്ചതുണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന്റെ ഇടയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടത് ഇടയ്ക്കൊന്ന് നോക്കി കൊടുക്കാം കേട്ടോ. അപ്പുറത്തപ്പുറത്ത് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ചിക്കൻ കംപ്ലീറ്റ് ഡീപ് ഫ്രൈ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 3/4 ഭാഗം അരഭാഗം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഫ്രൈ ആവാനൊന്നും നിൽക്കണ്ട. ആദ്യം ഇട്ട ഒരു ട്രിപ്പ് ആയിട്ടുണ്ടായിരുന്നു, അതെടുത്ത് അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മൾ വയറ്റാൻ വെച്ചതും കൂടി നോക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരുപാട് തീ കൂട്ടിയൊന്നും ഇടണ്ട കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന ശേഷം ഇതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞതും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടാം, ചിക്കനിൽ ഉപ്പ് ഉള്ളതാണ്. പിന്നെ റൈസും നമ്മൾ ഉപ്പിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ കംപ്ലീറ്റ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കോരിയെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരു സമയം കൊണ്ട് സവാള നന്നായിട്ട് വഴന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ഇട്ടെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടെടുക്കാം. ഇടയിൽ ബിരിയാണി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഇട്ടെടുക്കാം. അതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടെടുക്കാം. പൊടികളിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ക്യാരറ്റും പൈനാപ്പിളും നമ്മൾ അരിഞ്ഞു വെച്ചത് ഇട്ടെടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിയിട്ട് വേണം തക്കാളി അരിഞ്ഞു വെച്ചതും മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടെടുക്കാം. മല്ലിയില ഒരു 2 ടേബിൾ സ്പൂണ്, പുതിയില ഒരു ടേബിൾ സ്പൂൺ ഇട്ടെടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. തക്കാളി ഇനി നന്നായിട്ടൊന്ന് കുക്കായി അളന്ന് വരണം. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ വെള്ളം ചോറിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ നിറച്ചൊരു 3/4 ഭാഗത്തോളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8 ലിറ്ററോളം വെള്ളം അതിലുണ്ടാവും കേട്ടോ. വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടെടുക്കുക. ഉപ്പ് ഇച്ചിരി മുന്തി നിൽക്കണം കേട്ടോ, എന്നാലാണ് ചോറിന് ഉപ്പ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി അതിലേക്ക് അങ്ങ് ഇട്ടെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതോടെ കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പൊ ഇത് നമ്മുടെ ചിക്കൻ കറി പൊടികളൊക്കെ ഇട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി അലന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കൊന്ന് ഇട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും എടുക്കാനുണ്ടാവില്ല, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ.
ഞാനൊരു 5 മിനിറ്റോളം ചിക്കൻ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എന്റെ ചിക്കനിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല, ആകെ വറ്റിയാണ് ഇരുന്നത്. അതുകൊണ്ട് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം ആവശ്യമനുസരിച്ച് കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. അതിന്റെ ഇടയിൽ റൈസ് ഇടക്കിടക്ക് നോക്കാം കേട്ടോ. ഓവറായിട്ട് കുക്ക് ആവരുത്. ഒരു 3/4 ഭാഗത്തോളം കുക്ക് ആവാനേ പാടുള്ളൂ. ഒരു 7 മിനിറ്റ് മതിയാവും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമില്. ചോറ് ഇടക്കിടക്ക് ഇറക്കി കൊടുത്തോണ്ടിരിക്കണം. ചിക്കൻ ഒരു 10-15 മിനിറ്റ് ഒരു ലോ മീഡിയം ഫ്ലെയിമില് കുക്ക് ചെയ്യാം കേട്ടോ. റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ 7 മിനിറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് 7 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഒരു 3/4 ഭാഗം കുക്ക് ആയിട്ടുണ്ടാവും. ഇനി ഇത് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. റൈസ് ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. സ്ട്രെയിൻ ചെയ്ത ശേഷം ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അടച്ചു വെക്കരുത് കേട്ടോ. ചിക്കൻ കറി ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഭാഗമാണ്. ചെറിയ ഗ്രേവിയും ഒക്കെ ആയിട്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിന്റെ പകുതി ആദ്യം തന്നെ കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ടൈം ലോയിലാട്ടോ വെച്ചേക്കണേ. കംപ്ലീറ്റ് ചിക്കൻ കറി റെഡി ആയ ശേഷം ലോ ഫ്ലെയിമിലേക്കാണ് ഇട്ടേക്കണേ. എന്നിട്ടാണ് നമ്മൾ ദം ചെയ്യുന്നത്. ബിരിയാണിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാലും വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയതാണ്. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറോ അല്ലെങ്കിൽ സാഫ്രോണോ ഒക്കെ യൂസ് ചെയ്യാം. അത് ഒഴിച്ചെടുത്ത ശേഷം ഗീ മസ്റ്റ് ആയിട്ട് ഒഴിക്കണം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിനയില, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിസ്തേക്ക് ഇട്ട് അതിന് മുകളിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ട്രിപ്പായിട്ട് കംപ്ലീറ്റ് റൈസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ ഇട്ട പോലെ ഗീയും പിസ്ത കളർ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. മുകളിലത്തെ ലെയറിൽ ഞാൻ ഇലകൾ ഇടുന്നില്ല കേട്ടോ. ഇനി ഇത് ആവി പുറത്തേക്ക് പോവാതെ ടൈറ്റ് ആയിട്ട് അടിച്ചു വെക്കണം കേട്ടോ. അതിനായിട്ട് ഇതുപോലത്തെ ഒരു അലൂമിനിയം ഫോയിൽ ഇടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ അടിച്ചു വെക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയൊക്കെ കലക്കി സൈഡിൽ ഒട്ടിച്ച് അങ്ങനെയും അടിച്ചു വെക്കാം കേട്ടോ. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ദം പൊട്ടിക്കാനായിട്ട്. ഇനി ഇത് മിക്സ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ചെയ്യുക. റൈസും ചിക്കനും വേറെ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഞാൻ അങ്ങനെ 2ആയിട്ടാട്ടോ വെക്കുന്നത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ റൈസും ചിക്കനൊക്കെ കൂടി അങ്ങ് കൂട്ടി മിക്സ് ചെയ്തെടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ അത്. ഉണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല. നമുക്ക് സാധാരണ രീതിയിൽ വീട്ടിൽ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്